അവൻ ഇരുന്നിട്ട് 12 പേരെയും വിളിച്ചു പറഞ്ഞു, ഒന്നാമനാകാൻ ആഗ്രഹിക്കുന്നവൻ അവസാനത്തവനും എല്ലാവരുടെയും ശുശ്രൂഷകനുമാകണം. അവൻ ഒരു ശിശുവിനെ എടുത്ത് അവരുടെ മധ്യേ നിർത്തി അവനെ കരങ്ങളിൽ വഹിച്ചുകൊണ്ട് പറഞ്ഞു, ഇതുപോലുള്ള ഒരു ശിശുവിനെ എന്റെ നാമത്തിൽ സ്വീകരിക്കുന്നവൻ എന്നെ സ്വീകരിക്കുന്നു. എന്നെ സ്വീകരിക്കുന്നവൻ എന്നെയല്ല, എന്നെ അയച്ചവനെയാണ് സ്വീകരിക്കുന്നത്. ഒരു നല്ല ചിന്ത. ഒരു പുരാതന ഗ്രാമത്തിൽ വിശ്വസ്തനായ ഒരു കച്ചവടക്കാരനുണ്ടായിരുന്നു. അയാൾക്ക് ധാരാളം ഒട്ടകങ്ങളുണ്ടായിരുന്നു. ഒരു ദിവസം അയാൾ 2 ഒട്ടകങ്ങളെ കൂടെ വാങ്ങുന്നതിന് ഒരു ചന്തയിൽ പോയി. അയാൾ വാങ്ങിയ 2 ഒട്ടകങ്ങളുമായി തിരികെ വന്ന് അവയെ നിശ്ചിത സ്ഥാനങ്ങളിൽ കെട്ടുവാൻ വേലക്കാരനോട് ആവശ്യപ്പെട്ടു. അവൻ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു ഒട്ടകത്തിൻ്റെ കടിഞ്ഞാണിൻ്റെ അടിയിലായി ഒരു ബാഗ് കണ്ടെത്തി. വേലക്കാരൻ അത് തുറന്നു നോക്കിയപ്പോൾ അത് മുഴുവൻ രത്നങ്ങളും വജ്രങ്ങളുമായിരുന്നു. അവൻ യജമാനനോട് കാര്യം പറഞ്ഞു. യജമാനൻ ആ ബാഗ് നോക്കി ആശ്ചര്യപ്പെട്ടു. എന്നിട്ട് അതുമായി ചന്തയിലേക്ക് മടങ്ങിപ്പോയി. തനിക്ക് ഒട്ടകത്തെ തന്നയാളിൻ്റെ അടുത്ത് ചെന്ന് വിവരം പറഞ്ഞു. അയാൾക്ക് സന്തോഷമായി. അയാൾ രത്നങ്ങൾ പരിശോധിച്ചപ്പോൾ ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല എന്ന് മനസ്സിലാക്കി. ആ കച്ചവടക്കാരൻ്റെ വിശ്വസ്തത കാരണം ഏതാനും രത്നങ്ങൾ എടുത്തുകൊള്ളുവാൻ അയാൾ പറഞ്ഞു. എന്നാൽ ആ വിശ്വസ്തനായ കച്ചവടക്കാരൻ തനിക്ക് ഒന്നും ആവശ്യമില്ല എന്ന് പറഞ്ഞു. അയാൾ വളരെയധികം നിർബന്ധിച്ചപ്പോൾ കച്ചവടക്കാരൻ പറഞ്ഞു, ഞാൻ 2 രത്നങ്ങൾ എടുത്തു കഴിഞ്ഞു, ഇനിയും വേണ്ട. അയാൾ തൻ്റെ ബാഗ് വീണ്ടും പരിശോധിച്ചു. അതിൽ നിന്നും ഒന്നും പോയിട്ടില്ല. അപ്പോൾ ആ കച്ചവടക്കാരൻ പറഞ്ഞു, ഞാൻ എടുത്തു എന്ന് പറയുന്ന രത്നങ്ങൾ വിശ്വസ്തതയും ആത്മാഭിമാനവുമാണ്. യാതൊരു കാരണവശാലും അവ രണ്ടും എനിക്ക് നഷ്ടപ്പെടാൻ പാടില്ല. ഒരു കച്ചവടക്കാരൻ്റെ വിശ്വസ്തത നോക്കൂ. ഇവിടെ അയാൾ ഉയർത്തി പിടിക്കുന്ന 2 കാര്യങ്ങൾ വിശ്വസ്തതയും ആത്മാഭിമാനവും. ജീവിതത്തിൽ ഇവ രണ്ടും വിലപിടിപ്പുള്ള രത്നങ്ങളെയും വജ്രത്തെയേക്കാൾ വിലയേറിയതായി കരുതുന്ന ഒരു മനുഷ്യൻ അപരൻ മനസ്സോടെ നൽകിയതെങ്കിലും അങ്ങനെയൊരു സൗജന്യം സ്വീകരിക്കാൻ അയാളുടെ ആത്മാഭിമാനം അനുവദിക്കുന്നില്ല. വിശ്വസ്തരായിട്ടുള്ള അനേകരും മനസ്സോടെ മറ്റുള്ളവർ നൽകുന്നത് സ്വീകരിക്കുന്നതിൽ തെറ്റ് കാണാറില്ല. എന്നാൽ അപരൻ്റെ വക സ്വീകരിക്കുവാൻ വിസമ്മതിക്കുകയാണ് ഈ കച്ചവടക്കാരൻ. അങ്ങനെയാവുമ്പോൾ അയാളുടെ നേട്ടങ്ങളെല്ലാം സ്വന്തം കഠിനാധ്വാനത്തിൻ്റെയും ദൈവിക അനുഗ്രഹങ്ങളുടെയും ഫലമാണ്. ജീവിതത്തിൽ ആവശ്യമുള്ളതെല്ലാം നൽകുവാൻ കഴിയുന്ന ദൈവം കൂടെയുള്ളപ്പോൾ അപരൻ്റെ സൗജന്യത്തിൻ്റെ ആവശ്യമില്ലല്ലോ. ദൈവഭക്തിയോടെ വിശ്വസ്തതയും ആത്മാഭിമാനവും ഉള്ളവരായിരിക്കുന്നത് മഹത്തരമാണ്. അങ്ങനെ ജീവിക്കാൻ നമുക്കും സാധിക്കട്ടെ. ഇത് വായിച്ചപ്പോൾ അല്പസമയം മുൻപ് എന്നെ സ്നേഹിക്കുന്ന ജൂബിലി മിഷൻ ഹോസ്പിറ്റലിലെ അനസ്തേഷ്യ ഡോക്ടർ ഉഷ മാഡം എനിക്ക് വളരെ കാലത്തെ പരിചയമൊന്നുമില്ല. കൊറോണ ഉണ്ടാകുന്നതിനേക്കാളും മുന്നേ ഒരു 2 കൊല്ലത്തെ പരിചയം മാത്രമുള്ളൂ. ഭർത്താവ് ഷേണായി ജൂബിലി ഹോസ്പിറ്റലിലത്തെ ഡോക്ടറാണ്, യൂറോ സർജൻ. 2 പേർക്കും എന്നെ ഭയങ്കര ഇഷ്ടമാണ്. അന്ന് കാലത്ത് ഞാൻ എയറോബിക്സിന് പോകുമ്പോൾ ഈ മാഡം നടന്നു പോകുന്നത് കാണുമ്പോൾ ഞാൻ വണ്ടിയിൽ കൊണ്ടുപോകാറുണ്ട്. ആ വഴിയിലൂടെയാണ് ഞാൻ വണ്ടി എടുക്കാറ്. അപ്പോൾ ആ വീടിൻ്റെ വഴിയിൽ ഞാൻ നിർത്തി വിളിക്കും. അപ്പോൾ ഉഷ മാഡം ഡോക്ടർ എൻ്റെ കൂടെ വരും. അങ്ങനെയാണ് ഞാൻ പരിചയപ്പെടുന്നത്.
പക്ഷേ ഉഷ മേഡത്തിൻ്റെ ഡോക്ടറുടെ കാര്യം, ഭർത്താവിൻ്റെ കാര്യം പറഞ്ഞാലേ, ഷേണായി ഡോക്ടർ എയറോബിക്സ് കഴിഞ്ഞ് വരുമ്പോൾ ചിലപ്പോൾ ആ വഴിയിൽ അവിടെ നിൽക്കുന്നുണ്ടാവും. എന്തിനാണാവോ ഷേണായി ഡോക്ടർ ഇങ്ങനെ നിൽക്കുന്നത് എന്ന് ഞാൻ കരുതും. അപ്പോൾ ഷേണായി ഡോക്ടർക്ക് ഇടയ്ക്കിടയ്ക്ക് ഓരോ നല്ല പലഹാരങ്ങൾ 4 മണിക്ക് ഉണ്ടാക്കുന്ന ഒരു ഡോക്ടർക്കറിയാം. പക്ഷേ ഉണ്ടാക്കിയിട്ട് ഞാൻ ഉഷ മേഡത്തിനെ ഇറക്കുന്ന ആ ഭാഗത്ത് വന്ന് നിൽക്കുകയാണ്. എനിക്ക് ഉണ്ടാക്കിയതിൽ നിന്ന് ഒരു പൊതി പിടിച്ച് എന്നെ കാത്ത് ഭാര്യ ഉഷ ഡോക്ടർ വന്ന് ഇറങ്ങണോട് കൂടി എൻ്റെ കയ്യിൽ ആ തിന്നുന്ന സാധനം ഷേണായി ഡോക്ടർ ഉണ്ടാക്കിയത് തരാനാണ്. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു സ്നേഹം ഞാൻ ആദ്യമായിട്ടാണ് ആ ഡോക്ടറിലൂടെ കാണുന്നത്. ഇത്രയും അറിവും പഠിപ്പും എത്ര എളിമയോട് കൂടിയാണ് എനിക്ക് വേണ്ടി ഉണ്ടാക്കിയ സാധനം പൊതിയിൽ പൊതിഞ്ഞ് വഴിയരികിൽ നിൽക്കുക എന്ന് ഒരു ഡോക്ടർ നിൽക്കുക എന്ന് പറയുമ്പോൾ ആ സ്നേഹത്തിൻ്റെ ആഴം ഞാൻ മനസ്സിലാക്കുകയാണ്. അങ്ങനെ അതാണ് എനിക്കുള്ള പരിചയം ഇവരായിട്ട്, ഈ ഉഷ മേഡം ഡോക്ടറെയും ഷേണായി ഡോക്ടറെയും. ഞാൻ അതുപോലെ തന്നെ കുറച്ച് സമയം മുൻപ് എൻ്റെ വാട്സപ്പിൽ ഷേണായി ഡോക്ടർ അറിയിച്ചു ഉഷ മേഡത്തിൻ്റെ അമ്മ മരിച്ചു എന്ന്. ഞാനും ചേട്ടനും കൂടി കാണാൻ പോവുകയാണ്. അപ്പോൾ തുണിയിലാണ് അവർ ദഹിപ്പിക്കുകയാണ് ചെയ്യുക. തുണി വിരിച്ച് ഹോളിൽ കിടത്തിയിട്ടുണ്ട്. ഉഷ മേഡം ഉണ്ട്, ഷേണായി ഡോക്ടറും. ഞങ്ങൾ കാണൽ കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ ഷേണായി ഡോക്ടറെയും അവിടെ കണ്ടു. അപ്പോൾ ഉഷ മേഡം അവിടെ കുറച്ച് പേരൊക്കെ ഇരിക്കുന്നുണ്ട്. ഉഷ മേഡം അവർക്ക് കേൾക്കാം എന്നോട് പറയുന്നത്. ഞാൻ വിശേഷം ചോദിക്കുമ്പോൾ മരിച്ചത് എപ്പോഴാണെന്ന് ചോദിച്ചു. 2 മണിക്ക് എന്ന് പറഞ്ഞു. 1:30 ചിതയിലേക്ക് കൊണ്ടുപോകും എന്ന് പറഞ്ഞു. അപ്പോൾ കുറച്ച് നാളുകൾ മുന്നേ ഉഷ മേഡം ഷേണായി ഡോക്ടർ പറഞ്ഞിരുന്നു, ഒരു ആളെ നോക്കാനായിട്ട്, അമ്മയെ നോക്കാനായിട്ട് സ്ഥിരം കിട്ടാനായിട്ട് കുറച്ച് നാൾ മുന്നേ. അപ്പോൾ ഞാൻ ആലോചിച്ചിട്ട് അപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു, ഷേണായി ഡോക്ടറെ, എനിക്ക് അങ്ങനെ നിർത്താനായിട്ട് ഒരാളെ കിട്ടാൻ, എനിക്ക് അത്രയും നല്ല ഒരു ആളെ കിട്ടാനായിട്ട് എനിക്ക് എൻ്റെ അറിവിലില്ല. അവിടെ സ്ഥിരം നിൽക്കാനായിട്ട് 2 പേരും ജോലിക്ക് പോകുമ്പോൾ അവിടെ സ്ഥിരം നിൽക്കാനായിട്ട് നല്ലൊരു വ്യക്തിയാവണ്ടേ, നല്ലൊരു സ്ത്രീ ആവണ്ടേ എന്ന് ഞാനിങ്ങനെ പറഞ്ഞു. എന്തായാലും എനിക്ക് സാധിച്ചില്ലെങ്കിലും എത്രയും വേഗം കിട്ടാനായിട്ട്, നല്ലൊരു സ്ത്രീയെ കിട്ടാൻ ഞാൻ പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. അതാണ് ഞാൻ അവരോട് പറഞ്ഞ വാക്ക്. പക്ഷേ ഇന്ന് കുറച്ച് മുൻപ് ആ വീടിൻ്റെ അകത്ത് വെച്ച് എൻ്റെ ഭർത്താവ് എൻ്റെ അടുത്ത് നിൽക്കുന്നുണ്ട്. അവിടെയുള്ളവരുടെ മുന്നിലെല്ലാം വെച്ച് ഉഷ മേഡം എന്നോട് പറയുകയാണ്, ഓമനേച്ചി അന്ന് പറഞ്ഞ പോലെ തന്നെ എൻ്റെ ജീവിതത്തിലെ ഓമനേച്ചി കഴിഞ്ഞാൽ ഒരു നല്ല സ്ത്രീയെ എനിക്ക് പരിചയപ്പെടാൻ കഴിഞ്ഞത് ജോലിക്ക് വന്നിട്ട് അമ്മയെ നോക്കാൻ വന്ന സ്ത്രീയാണെന്ന്. 25 കൊല്ലമായി ഈ ജൂബിലി മിഷൻ ഹോസ്പിറ്റലിൽ ഡോക്ടറായിട്ട്, അനസ്തേഷ്യ ഡോക്ടറായിട്ട് ഉഷ മേഡം ജോലി ചെയ്യണു. ഷേണായി ഡോക്ടറും 25 കൊല്ലമായി. എല്ലാവരുടെ മുന്നിൽ വെച്ച് എന്നോട് ഇങ്ങനെ പറഞ്ഞപ്പോൾ എനിക്ക് എന്തെന്നില്ലാത്ത മനസ്സിനൊരു സന്തോഷം തോന്നി. എന്താണെന്ന് വെച്ചാൽ, നമ്മളൊരാളെയും പ്രോത്സാഹിപ്പിക്കുന്ന വിധത്തിൽ സംസാരിച്ചില്ലെങ്കിലും അവരെ മനസ്സിന് സന്തോഷം നൽകുന്ന വിധത്തിൽ യാഥാർത്ഥ്യം പറയുമ്പോൾ നമുക്ക് നമ്മുടെ മുന്നോട്ടുള്ള ജീവിതത്തിന് അത് വലിയൊരു ആശ്വാസമായിരിക്കും. അതാണ് എനിക്ക് ആ സമയം മനസ്സിലായത്. ഇത്രയും പേരുടെ മുന്നിൽ വെച്ച് ഉഷ മേഡം എൻ്റെ ജീവിതത്തിൽ ഓമന ചേച്ചി കഴിഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു സ്ത്രീയെ കണ്ടിട്ടുള്ളത് അമ്മയെ നോക്കാൻ വന്ന സ്ത്രീയാണെന്ന് പറഞ്ഞത്. അത് പറഞ്ഞപ്പോൾ എന്തെന്നില്ലാത്ത സന്തോഷം തോന്നി. എന്നോടൊരു സ്ത്രീയെ കിട്ടുമെന്ന് നോക്കിയപ്പോൾ ഞാൻ പറഞ്ഞതും നല്ലൊരു സ്ത്രീയെ കിട്ടാൻ ഞാൻ പ്രാർത്ഥിക്കാം എന്നാണ് ഞാൻ പറഞ്ഞത്. എനിക്കൊരാളെ തരാനായിട്ട് പറ്റുമെന്ന് അറിയില്ല, പക്ഷെ ഞാൻ പ്രാർത്ഥിക്കാം, അപ്പോൾ ഉറപ്പായിട്ടും കിട്ടും. അപ്പോൾ പ്രാർത്ഥന എപ്പോഴും
ദൈവം കേൾക്കും എന്നുള്ളത് വർഷങ്ങളായിട്ട് എനിക്ക് നല്ല ബോധ്യമാണ്. അപ്പോൾ ഞാൻ ആലോചിക്കുകയാണ് ഉഷാമ്മയുടെ ഇങ്ങനെ സംസാരിച്ചപ്പോൾ, എന്തോരം മനുഷ്യരുണ്ട് നല്ലത് നമ്മളിൽ നിന്ന് അനുഭവിച്ചിട്ട് വരെ നമ്മളെ ഒരു നല്ല വാക്ക് പറയാൻ വരെ അവർക്ക് സമ്മതിച്ചു തരാൻ അവർക്ക് മടിയാണ്. അവർക്കത് അംഗീകരിക്കാനും താല്പര്യമില്ല. അങ്ങനെ എത്രയോ മനുഷ്യരുണ്ട്, നല്ലവരും ഉണ്ട്, അല്ലാത്തവരും ഉണ്ട്. നമ്മളിൽ നിന്നും പലതും അനുഭവിച്ച് നമ്മളെ ഒരു നല്ല വാക്ക് ആത്മാർത്ഥതയോടുകൂടി നമ്മളെപ്പറ്റി പറയാനായിട്ട് ഇത്തിരി വിഷമമുള്ളൂ എന്തോരാൾക്കാരുണ്ട്. എനിക്ക് ഉഷ മേഡത്തിനോട് എന്തെന്നില്ലാത്ത ഒരു സ്നേഹം ആ സംസാരിച്ച നേരത്ത് തോന്നി. ഇതിന് മുന്നുള്ളത് ഞാൻ വായിച്ചപ്പോഴാണ് ഞാൻ ഇപ്പോൾ ഇത് പറയുവാനായിട്ട് എനിക്ക് തോന്നിച്ചത്. How are you? I am fine. I am going to say some sentences in Malayalam. ഞാൻ 25 വർഷക്കാലമായി പരിശീലന രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരാളാണ്. പലപ്പോഴും പലരും കളിയാക്കി ചോദിക്കാറുണ്ട്, നിങ്ങൾ ഈ ക്ലാസ്സുകൾ എടുത്തിട്ട് എന്താടോ ഈ ലോകമൊന്നും നന്നാകാത്തതെന്ന്. ഏതെങ്കിലും തരത്തിലുള്ള ഒരു മോട്ടിവേഷൻ പരിശീലകന് എന്തെങ്കിലും അബദ്ധം സംഭവിക്കുമ്പോൾ ലോകം മുഴുവൻ അയാളെ കൂക്കി വിളിക്കുന്നതും ചീത്ത വിളിക്കുന്നതും ഒക്കെ നാം കാണാറുണ്ട്. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? മോട്ടിവേഷന്റെ ആവശ്യം എന്താണ്? ഇതിന്റെ ഒരു കാര്യവുമില്ല, സെൽഫായി മോട്ടിവേറ്റ് ചെയ്താൽ പോരെ, എന്തിനാണ് മറ്റുള്ളവരുടെ മോട്ടിവേഷൻ എന്നൊക്കെ ചോദിക്കുന്ന ആളുകളെ നമുക്ക് ചുറ്റുപാടും നാം കാണാറുണ്ട്, പ്രത്യേകിച്ചും സോഷ്യൽ മീഡിയയിൽ. നമുക്കറിയാം, മോട്ടിവേഷൻ ഒരിക്കലും സ്വയം പ്രവർത്തിക്കുന്നില്ല, അത് കേൾക്കുന്നവന്റെ ഉള്ളിലാണ് അത് ആരംഭിക്കേണ്ടത്. അത് വ്യക്തമാക്കുന്ന ഒരു കഥ ഞാൻ പറയട്ടെ. ഒരിക്കൽ പ്രശസ്തനായ ഒരു ആത്മീയ ആചാര്യനോടൊത്ത് കേരളത്തിലെ സോപ്പ് നിർമ്മാണ കമ്പനിയിലെ വിവിധ തരം സോപ്പുകൾ ഉണ്ടാക്കുന്ന ഒരു മുതലാളി യാത്ര ചെയ്യുകയായിരുന്നു. അപ്പൊ സോപ്പ് നിർമ്മാണ കമ്പനിക്ക് ഈ ആത്മീയ ആചാര്യനെ ഒന്ന് കളിയാക്കണമെന്ന് തോന്നി. അദ്ദേഹം മെല്ലെ ചോദിച്ചു, ഗുരു, അങ്ങ് പ്രശസ്തനായ ആളാണ്, എത്രയോ പ്രഭാഷണം നടത്തുന്നു, എത്രയോ പുസ്തകങ്ങൾ എഴുതുന്നു, സോഷ്യൽ മീഡിയയിൽ എത്രയോ വീഡിയോകൾ അങ്ങ് ചെയ്യുന്നു, എന്നിട്ട് എന്താണ് ഈ ലോകത്ത് കൊലപാതകവും അക്രമണവും തിന്മയും ഒക്കെ വർദ്ധിച്ചു വരുന്നത്? നിങ്ങളുടെ ഈ പ്രഭാഷണം കൊണ്ടോ ഈ മതങ്ങളുടെ പണ്ഡിതന്മാരുടെ ഇതുകൊണ്ടോ ഒരു ഗുണവും കാണുന്നില്ലല്ലോ. അദ്ദേഹം ഒന്നും മിണ്ടിയില്ല, ചിരിച്ചു. അങ്ങനെ അവരുടെ യാത്ര മെല്ലെ മുന്നോട്ട് പോയി. കുറച്ചു കഴിഞ്ഞപ്പോൾ തെരുവോരത്ത് ഒരു മനുഷ്യൻ അലസനായിരിക്കുന്നു. അയാളുടെ ദേഹം മുഴുവൻ ചെളി പുരണ്ടിരിക്കുന്നു. അയാൾ മുഷിഞ്ഞ വസ്ത്രമാണ് ധരിച്ചിരിക്കുന്നത്. ആകെപ്പാടെ അലങ്കോലമായിരിക്കുന്നു. ഗുരു ഈ സോപ്പും കമ്പനിയുടെ മുതലാളിയോട് ചോദിച്ചു, ആ മനുഷ്യൻ എന്തുകൊണ്ടാണ് മുഷിഞ്ഞ വസ്ത്രം ധരിച്ചിരിക്കുന്നത്? ആ മനുഷ്യന്റെ ശരീരം മുഴുവൻ എന്തുകൊണ്ടാണ് അഴുക്ക് പുരണ്ടിരിക്കുന്നത്? എത്രയോ സോപ്പ് കമ്പനികളുണ്ട്, നിങ്ങളുടെ കമ്പനി തന്നെ എത്രയോ സോപ്പ്, അലക്ക് സോപ്പും കുളി സോപ്പും ഡിറ്റർജന്റ് എന്തെല്ലാം ഉണ്ടാക്കുന്നു, എന്നിട്ടും എന്താണ് ആ മനുഷ്യൻ ഇങ്ങനെ ആകെ വൃത്തിഹീനനായിരിക്കുന്നത്? അപ്പൊ അയാൾ ആത്മീയ ആചാരനോട് അല്പം ദേഷ്യത്തോടെ ചോദിച്ചു, അതിന് ഞങ്ങൾ എന്ത് ചെയ്യാനാണ്? ഞങ്ങൾക്ക് സോപ്പ് ഉണ്ടാക്കാനല്ലേ പറ്റുള്ളൂ. ആ ഉണ്ടാക്കുന്ന സോപ്പ് ഉപയോഗിക്കേണ്ടത് അയാളുടെ ഉത്തരവാദിത്തമാണ്. ആത്മീയ ആചാര്യൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഇത് തന്നെയാണ് ഞങ്ങളും ചെയ്യുന്നത്. ഞങ്ങൾക്ക് കൊടുക്കാനല്ലേ പറ്റൂ, അത് ഉപയോഗിക്കേണ്ടവർ എടുക്കാൻ തയ്യാറാകണം. പ്രിയപ്പെട്ടവരെ, ഞങ്ങളെ പോലെയുള്ള പരിശീലകർക്കും മോട്ടിവേഷണൽ പ്രസംഗകർക്കും അതേ ചെയ്യാനാവും. ഞങ്ങൾ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനാവും. അത് എടുക്കുന്നവർക്ക് മാത്രമേ, അത് സ്വീകരിക്കുന്നവർ അത് ഉപയോഗിക്കാൻ തുടങ്ങുമ്പോൾ മാത്രമാണ് അവരുടെ ജീവിതത്തിൽ മാറ്റമുണ്ടാകുന്നത്. ഒരു വ്യക്തിയുടെ ജീവിതത്തെ മാറ്റേണ്ട കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ എഴുത്തുകാർക്കും പ്രചോദനാത്മക പരിശീലകർക്കും ആത്മീയ ആചാര്യന്മാർക്കും മതത്തിന്റെ ഉത്തരവാദിത്തപ്പെട്ട വ്യക്തികൾക്കും ഒക്കെ കഴിയും. അത് കേൾക്കുന്നവനാണ് അതെടുക്കേണ്ടത്. അത് കേൾക്കുന്നവൻ എടുക്കുന്നില്ല എങ്കിൽ അതിന്റെ ഉത്തരവാദിത്തം അത് പറഞ്ഞു കൊടുക്കുന്നവർക്കല്ല എന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട്. സ്വയം നന്നാകാനും അല്പം കൂടി മെച്ചപ്പെട്ട ഒരു വ്യക്തിയായി മാറാനും നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ ഞാൻ എഴുതി, മനുഷ്യർക്ക് മാറ്റമുണ്ടാകുന്നത് 2 കാരണങ്ങളാലാണ്. ഒന്നുകിൽ അവരുടെ മനസ്സ് തുറക്കപ്പെട്ടിരിക്കും, അല്ലെങ്കിൽ ഹൃദയം തകർന്നിരിക്കും.
ഇരുവശത്തും പച്ചപ്പുല്ല് നിറഞ്ഞ ഒരു വയൽ ഉണ്ടായിരുന്നു. അവിടെ അതിന് നടുവിലായി ഒരു കഴുത ജീവിച്ചിരുന്നു. കഴുത ഇടയ്ക്കൊക്കെ വലതുവശത്തേക്ക് നോക്കി അവിടെയുള്ള പുല്ല് നല്ലതാണെന്ന് ചിന്തിക്കും. അതുപോലെ തന്നെ ഇടതുവശത്ത് നോക്കി അവിടെയുള്ള പുല്ലും നല്ലതാണെന്ന് ചിന്തിക്കും. എന്നിട്ട് പറയും, ഇനിയും സമയമുണ്ടല്ലോ, പിന്നീട് ഭക്ഷണമാക്കാം. അങ്ങനെ സമയം കടന്നുപോയി. ഒടുവിൽ വേനൽക്കാലമായി. വയലാകെ വറ്റി വരണ്ടു. പുല്ലൊക്കെ കരിഞ്ഞുപോയി. അപ്പോഴാണ് കഴുതയ്ക്ക് ബോധ്യം വന്നത്, ഇനി ഒന്നും ബാക്കിയില്ല. പിന്നീട് ഏറെക്കാലം ആ കഴുതയ്ക്ക് വയറു നിറയെ ഭക്ഷണം ലഭിച്ചില്ല. ഇത് കഴുതയുടെ മാത്രം കഥയല്ല, നമ്മളിൽ പലരുടെയും കഥയാണ്. നമുക്കും പലവിധ സ്വപ്നങ്ങൾ ഉണ്ടാകും, സമയമുണ്ടാകും, അവസരങ്ങളും ഉണ്ടാകും. എന്നാലും നമ്മൾ തുടങ്ങില്ല. കാരണം നമ്മുടെ ചിന്ത ഇങ്ങനെയായിരിക്കും, ഇനിയും ധാരാളം സമയമുണ്ട്. പക്ഷേ സമയം കടന്നു പോകും. നമ്മുടെ പ്രായം കൂടി വരും, ബാധ്യതകളും കൂടി വരും. അപ്പോൾ സ്വപ്നങ്ങൾ പിന്നോട്ട് പോകും. അതുകൊണ്ട് ആരോഗ്യവും ഊർജവുമുള്ള ഇപ്പോഴാണ് ഏറ്റവും നല്ല സമയം എന്ന് മനസ്സിലാക്കുക. നിങ്ങളുടെ വൈദഗ്ധ്യം മനസ്സിലാക്കി അതിൽ കൂടുതൽ മെച്ചപ്പെടാൻ ശ്രമിക്കുക. ഓർത്തു വെക്കാം, പിന്നീട് എന്നുള്ളത് ജീവിതത്തിൽ ഒരിക്കലും വന്നു ചേരില്ല. ഇരുവശത്തും പച്ചപ്പുല്ല് നിറഞ്ഞ ആരോടും പറയാൻ പാടില്ലാത്ത നിങ്ങളുടെ 6 രഹസ്യങ്ങൾ. ഈ രഹസ്യങ്ങൾ ആരോടും പറയാൻ പാടില്ല എന്നതുപോലെ തന്നെ മറ്റുള്ളവരുടെ ഈ രഹസ്യങ്ങൾ അറിയാനും ശ്രമിക്കരുത്. ഒന്നാമത്തേത്, നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിലെ സ്വകാര്യ നിമിഷങ്ങളിൽ ചെയ്യുന്നതും പറയുന്നതുമായ കാര്യങ്ങൾ ആരോടും പറയരുത്. അങ്ങനെ ചെയ്താൽ അത് നിങ്ങളുടെ പങ്കാളിയെ വഞ്ചിക്കുന്നതിന് തുല്യമാണ്. രണ്ടാമത്തേത്, നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി ഒരിക്കലും ആരോടും പറയരുത്. അതായത് ബാങ്ക് ബാലൻസ്, സാലറി, ബിസിനസ് പ്രോഫിറ്റ് തുടങ്ങിയവ. മൂന്നാമത്തേത്, നിങ്ങളുടെ ഫാമിലി പ്രശ്നങ്ങൾ ഒരിക്കലും മറ്റുള്ളവരോട് പറയരുത്. അതായത് മാതാപിതാക്കളുമായുള്ള പ്രശ്നങ്ങൾ, മക്കളുമായുള്ള പ്രശ്നങ്ങൾ, സഹോദരങ്ങളുമായുള്ള പ്രശ്നങ്ങൾ തുടങ്ങിയവ. ഫാമിലിയിലുള്ള പ്രശ്നങ്ങൾ ഫാമിലിയിലുള്ളവർ തന്നെ സംസാരിച്ച് പരിഹരിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. നാലാമത്തേത്, നിങ്ങളൊരു പ്രണയത്തിലാവുകയാണെങ്കിൽ അയാൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമെന്ന് ഉറപ്പായതിനു ശേഷം മാത്രം മറ്റുള്ളവരോട് പറയുക. അല്ലെങ്കിൽ പിന്നീട് അത് നിങ്ങൾ 2 പേർക്കും ഒരു ബാധ്യതയായി തീരും. അഞ്ചാമത്തേത്, നിങ്ങളുടെ കുറവുകൾ നിങ്ങൾ സ്വയം മനസ്സിലാക്കുക. അത് മറ്റുള്ളവരോട് പറയരുത്. പറഞ്ഞാൽ അവരുടെ മുന്നിൽ നിങ്ങൾക്ക് വിലയില്ലാതാവും. ആറാമത്തേത്, നിങ്ങൾക്ക് വലിയ സ്വപ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് നിങ്ങൾ എല്ലാവരോടും പറഞ്ഞു നടക്കരുത്. അതിനെപ്പറ്റി അറിവും വിവരവും ഉള്ളവരോട് മാത്രം പറയുക. ഇത്രയും കാര്യങ്ങൾ രഹസ്യമാക്കി വെക്കാൻ പറയാൻ കാരണം, നിങ്ങളുടെ വിജയത്തെക്കാൾ നിങ്ങളുടെ പരാജയം കാണാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് നിങ്ങളുടെ ചുറ്റുമുള്ളത്. ഒരു ദിവസം ഒരു തത്തയെ കണ്ട് യമൻ നിങ്ങൾ വിവാഹം കഴിക്കുന്നത് ഒരു വേലക്കാരിയെ അല്ല, ഒരു ജീവിത പങ്കാളിയെയാണ്. പാചകം, അലക്കൽ തുടങ്ങിയ കാര്യങ്ങളിൽ നിങ്ങളും പങ്കുചേരണം. ഇന്നത്തെ കാലം മാറിയിരിക്കുന്നു. ജസ്റ്റിസ് സന്ദീപ് മേത്ത. എങ്കിൽ ഞാൻ എഴുതിയ പണ്ട് എന്നെ കണക്ക് പഠിപ്പിച്ചൊരു സാറുണ്ടായി. ജനലിന്നലിയോരം
പ്ലക്കിംഗ് ബാസ്ക്കറ്റ് ഉപയോഗിച്ച് ഉയരമുള്ള മരങ്ങളിൽ നിന്ന് പഴങ്ങൾ പറിക്കുന്നത് ഇനി വളരെ എളുപ്പമാകും. മരം എത്ര ഉയരമുള്ളതാണെങ്കിലും While the world looks upon me as I struggle along, they say I have nothing, but they are so wrong. In my heart, I'm rejoicing how I wish they could see. Thank you, Lord, for your blessings on me. 'Cause there's a roof up above me, I've a good place to sleep. There's food on my table and shoes on my feet. You gave me your love, Lord, and a fine family. Thank you, Lord, for your blessings on me. I know I'm not wealthy, and these clothes, they're not new. And I don't have much money, but Lord, I have you. And that's all that matters, though the world may not see. Thank you, Lord, for your blessings on me. There's a roof up above me, I've a good place to sleep. There's food on my table and shoes on my feet. You gave me your love, Lord, and a fine family. Thank you, Lord, for your blessings on me. There's a roof up above me, I've a good place to sleep. There's food on my table and shoes on my feet. You gave me your love, Lord, and a fine family. Thank you, Lord, for your blessings on me. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥനയോടെ